الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون വിശ്വാസികളെ, റായിൽ അവസാനിക്കുന്ന 4 അറബി പദങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അംർ, സിറ്, അംർ, നാർ, ബഹർ. ഞാനെല്ലാ സിറിനും സിറെന്ന് ചൊന്നോവർ, ഞാനല്ലാ തന്നോടെ അമ്രെന്ന് ചൊന്നോവർ, കൽഫന എന്നോരോ സേഫ് ഞാനെന്നോവർ, കോഫം മോടയോന്റെ നാറു ഞാനെന്നോവർ, മാറോ കരയില്ല കാടല് ഞാനെന്നോവർ, മനുഷ്യനറിയാത്ത വസ്തു ഞാനെന്നോവർ. പദം 1 സിറ്. സ്വാഭാവികമാണല്ലോ, നിങ്ങൾക്കൊക്കെ തൊട്ടപ്പുറത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായോ കാര്യമായോ നമുക്കൊന്നും അറിയുന്നില്ല. എങ്കിൽ പിന്നെ വിശിഷ്ടരായ ഔലിയായിൻ്റെ കഥ എന്തായിരിക്കും? അവരെക്കുറിച്ച് പൂർണ്ണാർത്ഥത്തിൽ എങ്ങനെ അറിയാനാണ്? ഇതേ സംബന്ധിച്ചാണ് ബഹുമാനരായ ഷെയ്ഖുന അൽ ഗൗസുൽ അഅ്ളം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ കുറിച്ച് ഖാദി മുഹമ്മദ് എഴുതി വെക്കുന്നത്. ഇവിടെ ഒരു സംശയത്തിന് ദൂരീകരണം വേണ്ടതുണ്ട്. ഈ മാലയിലുള്ളതൊക്കെ ബഹുമാനരായ ഷെയ്ഖ് പറഞ്ഞതാണോ? അതെ, പറഞ്ഞതാണെന്നാണ് മറുപടി. ഫുതൂഹുൽ ഗൈബിൽ പറയുന്നു, അനസിറുൽ അസ്റാരി മിൻ സിദ്ദി സിദ്ദി, ഞാൻ എല്ലാത്തിൻ്റെയും രഹസ്യങ്ങളാണ്. പദം 2 അംർ. അള്ളാഹുവിൻ്റെ കൽപ്പന, സന്ദേശം എന്നൊക്കെയാണ് അമ്രിന് കൽപ്പിക്കേണ്ട അർത്ഥം. എല്ലാ അർത്ഥങ്ങൾ പ്രകാരവും ശൈഖ് അവറുകളെ കുറിച്ച് അമ്രെന്ന് പറഞ്ഞത് ശരിയാകുന്നു, നിർണിതമാകുന്നു. എന്തെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ, കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഇഷ്ടദാസന്മാരായ ഔലിയായിലൂടെയും അംബിയായിലൂടെയുമായതിനാൽ ശൈഖ് അവറുകളെ കുറിച്ച് ഉലുൽ അംറിൽ ഉൾപ്പെടുത്താം. ശൈഖ് അവറുകളെ കുറിച്ച് അംറെന്ന് പറയാം. ഇതെവിടെയാണ് പറഞ്ഞത്? ബഹ്ജ എന്ന കിതാബിൽ ശൈഖ് അവറുകൾ പറയുന്നു, അന അംറു മിൻ അംരില്ലാഹ് അന സൈഫി മശ്ഹൂർ വ ഖൗസി മൗതൂർ. ഈ വാക്യത്തിന്റെ പൂർത്തീകരണത്തിൽ വേറൊന്നുകൂടി കാണാം, അനനാറുല്ലാഹിൽ മൂഖദ. അനനാറുല്ലാഹിൽ മൂഖദ എന്ന ഈ പൂർത്തീകരണത്തിൽ, പൂരണത്തിൽ 4ാമത് പദത്തിലേക്കുള്ള സൂചനയുണ്ട്, നാർ. അടുത്ത പദം ബഹർ, കരകാണാത്ത കടൽ, തിരയൊഴിയാത്ത കടൽ. ഇതെല്ലാം ബഹുമാന്യരായ ശൈഖാണെന്ന് ഖാദി തങ്ങൾ പറയുകയാണ്. എവിടുന്നാണ് ഇതിന്റെ അടിസ്ഥാനം? ഉണ്ട്. ബഹുമാന്യരായ ശൈഖ് പറഞ്ഞിരിക്കുന്നു, അന ബഹ്റും ബിലാ സാഹിൽ, അന ബഹ്റും ബിലാ സാഹിൽ, ഞാൻ കരകാണാ കടലാണ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തീർന്നില്ല കൂട്ടരെ, ഇനി സഖലാനിയെ കുറിച്ച് പറയാം. അതായത് ജിന്നിനെയും ഇൻസിനെയും കുറിച്ച് പറയാം. ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും ഞാനിവയെല്ലാവർക്കും മെയ്യേ ശൈഖ് എന്നോവർ. ജിന്നും ഇൻസും അവർക്കൊക്കെ കൂടി ഒരു ശൈഖും. കാര്യങ്ങളെ വേണ്ട വിധം നിയന്ത്രിക്കുന്നയാളാണ് ശൈഖ്. എല്ലാവർക്കും ശൈഖ് ഉണ്ടാകും. ബഹുമാന്യരായ ഔസുൽ ആദം പറയുന്നു, ലിൽ ഇൻസി മശായിഖ്, അൽ ഇൻസു ലഹും മശായിഖ് വൽ ജിന്നു ലഹും മശായിഖ് വൽ മലായികതു ലഹും മശായിഖ് വ അന ശൈഖുൽ കുൽ. ഇൻസിന്, ജിന്നിന്, മലായികത്തിന് എല്ലാവർക്കും ശൈഖുണ്ട്. ഞാൻ ഇവരുടെ എല്ലാവരുടെയും ശൈഖാണ്. അതുകൊണ്ട് ജിന്നിനും ഇൻസിനും ഞാൻ ശൈഖാണ്. അവരെ നിയന്ത്രിക്കാൻ പോന്ന കഴിവുള്ളവനാണ് ഞാനെന്ന് ബഹുമാന്യർ പറയുകയാണ്. അടുത്ത 2 വരികൾ തന്റെ കീഴിലുള്ളവരെ പറ്റിയാണ്. എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ ഫുള്ളരാതെന്നോവർ
വാശി ഞാൻ എണ്ണിയെ ഉള്ളവരും ഞാനും വാനവും ഭൂമിയിലും ഏറും ഗതെന്നോവ. ആദ്യ വരി മറ്റൗലിയാക്കളെ കുറിച്ചാണ്. എല്ലാ വലിയകളും എനിക്ക് കീഴിലാണ്. ബഹുമാനരായ ശൈഖ് അവർകൾ പാടുന്നു, അന ഖുതുബു അഖ്താബിൽ വുജൂദി ബിഅസ്രിഹാ അന ബാസും ബൽ കുല്ലു യുദ്ആ ബിഗിൽമാനി. ഞാൻ എല്ലാ കുതുബുകളിലെയും കുതുബാണ്. എൻ്റെ കീഴിലുള്ളവർ എൻ്റെ കുട്ടികളാണ്. ഫുള്ളർ ഫുള്ളർ ഫുള്ളർ, അവരെല്ലാം എൻ്റെ മക്കളാണ്. ശൈഖ് അവർകൾ പറയുകയാണ്. തൊട്ടടുത്ത വരിയിൽ തങ്ങളുടെ കഴിവിനെ സൂചിപ്പിച്ചു പറയുന്നു. കേൾക്കുമ്പോൾ പ്രശ്നം തോന്നുന്നു, അല്ല ഔലിയായിന് ഇത്രയും സ്ഥാനമോ? എന്തേ? മറുപടി പറഞ്ഞു തരാം. ഔലിയ അവസാനിക്കുന്നിടത്താണ് അംബിയാ തുടങ്ങുന്നത്. ആകയാൽ സംശയത്തിന് വകുപ്പ് വേണ്ടതില്ല. ഇനി 2 വരികൾ കൂടെ പറയാം. അത് താരതമ്യത്തെ കുറിച്ചാണ്. എന്നെയൊരുത്തരെ കൂട്ടി പറയേണ്ട, എന്നെ പടഫിന് അറിയരുതെന്നോവർ. എന്നോടയകൾ കൂടയവൻ തൻ്റെകൾ ആകെന്ന് ഞാൻ ചൊല്ലുകില്ലാകുമെന്നോവർ. തന്നെ ആരോടും താരതമ്യപ്പെടുത്തരുത്, നേരെ ചിരിച്ചും ചെയ്യരുത്. എന്നെ വെച്ച് നിങ്ങൾ മറ്റുള്ള ആരെയും താരതമ്യപ്പെടുത്തി വഷളാകേണ്ടതില്ല. ഈ സംഭവം ബഹുമാന്യരായ ശൈഖ് അവറുകൾ രോഗശയ്യയിലായിരിക്കെ തൻ്റെ മക്കളെ വിളിച്ചു പറയുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കും മറ്റുള്ള എല്ലാവർക്കും ഇടയിൽ, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എത്ര വ്യത്യാസമുണ്ടോ, ഭൂമിക്കും ആകാശത്തിനുമിടയിൽ എത്ര വ്യത്യാസമുണ്ടോ അത്ര വ്യത്യാസമുണ്ട്. വലാ തുഖിസു, നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്. 2ാമത് വരി പറയുന്നത് എന്താണ്? അത് വീണ്ടും ഒരു അംറിനെ കുറിച്ച് പറയുകയാണ്. അംറ് എന്താ? അള്ളാഹുവിന്റെ കൽപ്പന പോലെ. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നാ പറയുന്നത്. ബഹുമാനർ പറയുന്നു, അംരി ബി അംരില്ലാഹി ഇൻ ഖുൽതു കുയ്യകുൻ വകുല്ലും ബി അംരില്ലാഹി ഹുക്മി വഖുദ്റതി. ചുരുക്കി പറഞ്ഞാൽ ഇത് ഔലിയായിന്റെ പ്രശ്നങ്ങളല്ലല്ലോ. നിങ്ങൾക്ക് ഇതിൽ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂറത്തുൽ അൻഫാൽ എടുക്കുക. ഖുർആൻ നമ്മോട് സംസാരിക്കുന്നു. ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഔലിയ അവസാനിക്കുന്നിടത്ത് അംബിയാവ് തുടങ്ങുന്നു. സംശയത്തിന് വകുപ്പില്ല. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.